നോക്കാൻ വേണ്ടി അവരല്ല. ചെറിയ അബദ്ധം പറ്റി. ഞാൻ ടൈം ഫ്രെയിം ചുരുക്കിയിട്ട് ഇവിടെ നിന്ന് ഷോട്ടിൻ്റെ പ്ലാനാണ് പറഞ്ഞത്. മനസ്സിലായോ? എൻ്റെ മിസ്റ്റേക്ക് പറ്റിയാണ് മിസ്സായത് ട്രേഡ്. ഞാൻ ടൈം ഫ്രെയിം എടുത്തിരുന്നതേ തെറ്റ്, അതിലെനിക്ക് പറ്റിയതാണ്. കുഴപ്പമില്ല, എടുക്കുന്ന കാരണം ട്രേഡ് തൊടാത്തതെന്ന് പറഞ്ഞാൽ ട്രേഡ് എടുക്കേണ്ട ടൈം ആയില്ലേ. ഇനിയാണ് ട്രേഡ് എടുക്കേണ്ട ടൈമായത്. 5 മിനിറ്റ് ഈ സമയത്താണ് ട്രേഡ് എടുക്കേണ്ട സമയം. പക്ഷെ ഇന്ന് ആദ്യമേ നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഇപ്പം മൂവ്മെൻറ്റ് കാണുമോ ഇല്ലയോ. ഇന്ന് നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. 3 മണി തൊട്ട് 1 മണി തൊട്ട് 5 മണി വരെ ഉണ്ടായിരുന്നു. ഇതുവരെ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. 5 മണിക്ക് ഇനി 10 മിനിറ്റ് കുറവുണ്ട്. ഇത്ര നേരവും മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഡൗണ് അപ്പ്, പിന്നെ ഒരു റീടെസ്റ്റ്, പിന്നെ വീണ്ടും എത്ര താഴെ വന്നതും അതിൻ്റെ അത് ഇത്രയും മേളിലും കയറും. ഇങ്ങനത്തെ പോസ്റ്റ് ഒന്നും പറയാൻ പറ്റൂല. അത് അങ്ങനത്തെ ഒരു പോസ്റ്റിൽ നിൽക്കുക. ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചു അടിച്ചു ലോങ് ടൈം കിടിലായിട്ട് തന്നെ. അയ്യോ, ട്രേഡ് എടുത്ത പൊസിഷൻ റോങ് സ്ഥലത്തായി, പ്യുവർ റോങ് സ്ഥലത്ത്. ഒന്നും പറയില്ല ഗൈസ്. ഒരു ട്രേഡ് എടുത്തു കേട്ടോ. റിജക്ഷനിൽ തന്നെ ഏകദേശം 130 പിപ്പ് ഉണ്ടായിരുന്നു. ട്രേഡ് പ്യുവറായിട്ട് പാടിപ്പോയി കേട്ടോ. ഒന്നും പറയണ്ട ഗൈസ്. പിന്നെ ഞാൻ അത്രയും വരുമെന്ന് വിചാരിച്ചില്ല. അതിന് മുമ്പേ ഒരു റിജക്ഷൻ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് 2 കളി കളിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ടും ട്രേഡ് എടുക്കേണ്ട രീതിയിൽ വരുന്നില്ല. അതാണ് കാര്യം. എനിക്കുണ്ടാക്കുന്ന സ്ഥലമാണ് ഗൈസ്. അവിടെ കിടന്ന് തന്നെ റീടെസ്റ്റ് ചെയ്യും. ഒന്നും പറയാനില്ല. അയ്യോ ഗായ്സ്, അയ്യോ 1 2 3 4 ക്യാൻഡില്. അയ്യോ ഞാൻ ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത് എന്നെ. മാർക്കറ്റ് പറന്നെന്ന്. ഇല്ല ഗായ്സ്, ഇന്ന് ഒരു SL ഒരു ടാർഗറ്റ് മതി. എന്ത് വേണം പിന്നെ ഇനി? അയ്യോ ഈ ട്രേഡ് കണ്ട് ചിരിച്ച് മരിക്കും കേട്ടാ. എനിക്ക് തന്നെ ചിരിയോ. ഞാൻ ഇത് പോയ ട്രേഡെന്നാണ് വിചാരിച്ചത്. ചെക്ക് ചെയ്ത കേട്ടോ, കുഴപ്പമില്ല. ഇനി ലൈറ്റ് ഓണാക്കിട്ട് ഇറങ്ങാണ് കേട്ടോ. കാണാൻ കൊള്ളാം കേട്ടോ. നല്ലൊരു വെറൈറ്റി ലുക്കാ. പ്രശ്നം എന്ന് പറഞ്ഞാൽ മാഗവും ഇല്ല, സൂര്യനും ഇല്ല. ചെറിയ പ്രശ്നമാണത്. നട്സ് കഴിക്കാൻ പോവുകയാണ് വിചാരിക്കുന്നു. ഇന്നോട്ട് നടക്കാറങ്ങാന്ന് വിചാരിക്കുന്നു. ഹോബിയെ ഞാൻ ഒരു 15-20 മിനിറ്റ് നടക്കാൻ, ജോക്കിങ് പോലെ. ഇവിടെ ഇരുന്ന് മടുത്തു തുടങ്ങി. ബോഡിയൊക്കെ ഒരു ക്ഷീണം പോലെ. പ്ലാനുണ്ട് ഇന്നോട്ട് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിച്ച് കളയും. ഡ്യൂട്ടി തീർന്ന് ഇതേ സമയത്തൊന്ന് ഇറങ്ങണമെന്നുണ്ട് ഗൈസ്. ഇന്ന് ഇറങ്ങാൻ പോവാണ്. ഫസ്റ്റ് ദിവസം ഡെയിലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജോക്കിങ് പോലെ, അതായത് സ്പീഡ് കൂട്ടിയുള്ള നടത്തമുണ്ടല്ലോ, ഫുള്ള് ബോഡി മൂവ്മെൻ്റ് ഇട്ടിട്ട്. 5 മിനിറ്റ് പോലും എത്തില്ല. എൻ്റെ അടപ്പളവ് ഇപ്പോഴേ കിതക്കിന് പട്ടി ഇറക്കും പോലെ. അയ്യോ, 7 മിനിറ്റ് കൊണ്ട് പാർക്ക് എത്തി. അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ 15 മിനിറ്റ് ആവണേന്. തവന്ന് പിന്നെ എനിക്ക് ഓടേണ്ട കപ്പാസിറ്റി ഇല്ല. ഡെഡ് ടൈം. കുറച്ചും കൂടി പുഷ് ചെയ്തിട്ട് തന്നെ. കാരണം ഇവിടെ നിന്നൊന്നും വേർത്തിട്ടില്ല, കുറുക്ക് മാത്രമേ ആയിട്ടുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ പിന്നെ നടക്കാൻ പറ്റുമെന്ന്. കാലൊക്കെ ഒരു പിടുത്തം തുടങ്ങിയപ്പോഴേ ശ്വാസം എടുക്കാൻ പറ്റണില്ല. 20 മിനിറ്റ് എത്തേണ്ട അടുത്ത് ഇവിടെയാണ് 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ടത്. ഇവിടെ ഞാൻ
13 മിനിറ്റ് കൊണ്ടെത്തി. ഇനി പറ്റില്ല, ഈ ഒരു ഷോപ്പ് വരെയും കൂടി ഒന്ന് പോകണം. പോയി നോക്കിയിട്ട് വരട്ടെ. എ സിയിൽ കുറച്ച് നേരം ഇരിക്കട്ടെ. കുറേ നാളായി ഞാൻ 2, 3, 4 മാസം അടുപ്പിച്ചേ. ഓട്സും വാങ്ങിച്ച് കുബൂസും വാങ്ങിച്ച് ഇനി നേരെ പോകണം. ഇനി അവിടെ ചെന്ന് വീഡിയോ എടുക്കുള്ളൂ. ഇനി ഇരുന്നും തപ്പിയൊക്കെ പോകണം. ഒരാവശ്യമില്ലാതെ ഓടാൻ ഇറങ്ങി. നാളെ ഇറങ്ങാൻ പറ്റണം. തിരിച്ച് നടന്നേ 20 മിനിറ്റായി എന്നിട്ടും എത്തിയിട്ടില്ല. അവിടെ നടക്കാൻ തുടങ്ങിയതാ. ഏകദേശം 37, 35 എന്തോ ആയപ്പം അവിടെ നിന്നിറങ്ങി. 20 മിനിറ്റായി എന്നിട്ടും എത്തിയിട്ടില്ല. ഏകദേശം ഇവിടെ നിന്നിറങ്ങിയിട്ട് 1 മണിക്കൂറായി. 1 മണിക്കൂറായപ്പോഴാണ് ഇവിടെ എത്തിയത്. ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. കറി ഉണ്ടാക്കണം കേട്ടോ. സെറ്റാക്കി ഇവിടെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കറി ഉണ്ടാക്കണം കേട്ടോ. കഴിക്കാൻ പോകണം കേട്ടോ. രാവിലത്തെ കഴിക്കാൻ വേണ്ടിയാണ് പോയത് ഇന്നലെ. അയ്യോ, ഞാൻ കഴിക്കട്ടെ. ഇനി കയറണം കേട്ടോ. ഇന്ന് കറക്റ്റ് സമയത്ത് വെയിൽ വന്നു കേട്ടോ. 5-6 ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് മിസ്സിങ് ആയിരുന്നു. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ പോയി കമ്പ്യൂട്ടറും ചെക്ക് ചെയ്യുക, അനാലിസിസ് നോക്കുക. ഇന്നലെ കിടിലം ട്രെൻഡ് എന്ന് പറയാനായിട്ട് എൻ്റെ ഫ്രണ്ട് വിളിച്ചായിരുന്നു. ഇന്ന് വെള്ളമൊട്ടും പോകണില്ല കേട്ടോ. അവർക്ക് എനിക്ക് പൊന്നു 600 രൂപയ്ക്കാണ് പോകണം. 800 പോയിക്കൊണ്ടിരുന്ന അടുത്ത് 800, 850 ഒരു പിടിയില്ല കാശ്. ഇത് നോക്കട്ടെ, അനാലിസിസ് നോക്കട്ടെ. ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ഇത് 500 ഉണ്ടല്ല അപ് ട്രെൻഡ്. പക്ഷേ ഒന്നിൽ റീടെസ്റ്റ് ഇല്ല. ഇന്നലത്തെ 2-ല് 30 മിനിറ്റിൻ്റെ ആണ്. മറ്റേതിൽ ചെറുതിലേക്കാണ് ചെറുതായിട്ട് റീടെസ്റ്റ് ആണ്. ഇത് നോക്കണ്ട, ഇത് പറ്റൂല. യൂറോ USD പൊട്ടും പറ്റൂല, ഭയങ്കര ഇതാണ്. ഗോൾഡിന് അടിപൊളി ഇന്നലെ എടുത്ത് അപ്പ്. ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചു, എൻ്റെ ഇത് ബ്രേക്ക് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിച്ചു ഇത് റീടെസ്റ്റ് ചെയ്ത് മണ്ടേ കയറുമോ. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു. കുഴപ്പമൊന്നുമില്ല, എല്ലായി കഴിഞ്ഞു. അനാലിസിസ് ഇന്നലത്തെ വൈകുന്നേരത്തെ ട്രേഡ് നോക്കി കുഴപ്പമില്ല, ഓക്കെയാണ്. ടെസ്റ്റിംഗ് ലീക്കിങ്ങിൻ്റെ ടെസ്റ്റിംഗ് അല്ലേ ഞാൻ പോണ കേട്ടോ. ഇപ്പോഴാണ് മറിച്ച് നോക്കിയത്, പക്ഷേ ഭയങ്കര മിസ്സിങ് ആയിപ്പോ കേട്ടോ. ലീക്ക് വന്നു കേട്ടോ. ഇവിടെ കുഴപ്പമില്ല, അല്ലാതെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് തന്നെ കാശ് തലവേദനയായിരുന്നു. ഓടി തടന്നു. ഇന്ന് ഒരിക്കലും ഇല്ലാത്ത വർക്കായിരുന്നു എനിക്ക്. അയ്യോ, നേരത്തെ ഞാൻ പോയി കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തു. കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല കേട്ടോ. ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് അനാലിസിസ് നോക്കട്ടെ. ഗോൾഡ് ഇത്രയും പോകുന്ന പ്രതീക്ഷയില്ല കേട്ടോ. ഇതുവരെ ഇല്ല. പിന്നെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കണ്ട, കുഴപ്പമില്ല, കഴിഞ്ഞ്. നല്ല ട്രെൻഡായിരുന്നു രാവിലെ തൊട്ട്. രാവിലെ തൊട്ട് കണ്ടല്ലേ പറന്ന് നിൽക്കുക ആശ. ഒന്നും ചെയ്യാനില്ല. ഇത് അറിയില്ല, വേറെ പരിപാടി ഒന്നുമില്ല ഗൈസ്. ജസ്റ്റ് നോക്കുക, കോൾ പറഞ്ഞ കരുതുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.